ഗിവ് അവേ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എജുപോർട്ടിന്റെ ആദ്യത്തെ ഗിവ് അവേ. അപ്പൊ എന്താ സാറേ ഈ ഗിവ് അവേയുടെ ഗിഫ്റ്റ്? അതാ പിടിച്ചോ, 8ാം ക്ലാസ്സിലെ സ്മാർട്ടായ മക്കൾക്കൊരു സ്മാർട്ട് വാച്ച്. ഇതാണ് നമ്മളെ ഫസ്റ്റ് ഗിഫ്റ്റ് കേട്ടോ. അപ്പോൾ ഈ ഗിഫ്റ്റ് കിട്ടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? നല്ലൊരു ചോദ്യമാണ്. നിങ്ങൾ ഇത്ര ചെയ്യേണ്ടതുള്ള, നിങ്ങൾ കൂടുതൽ ആളുകളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊന്നും ഫോളോ ചെയ്യേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ആകെ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. എജുപോർട്ട് ക്ലാസ് 8 യൂട്യൂബിൽ ഒന്ന് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആയി വരും. ഞാൻ എന്ത് ചെയ്യുക, ജസ്റ്റ് വെറുതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം, ഒരു ചുമ്മാ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ താഴെ ഒരു ലിങ്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് അതാ ഫുൾ എപ്ലസിലേക്ക് ഒരു യാത്ര, അടിച്ചു കയറി വാ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഇവിടെ കണ്ടോ? ഇത് നമ്മുടെ സ്റ്റഡി പ്ലാന്റെ ലിങ്കാണ്. ഈ സ്റ്റഡി പ്ലാന്റെ ലിങ്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഷെയർ ബട്ടൺ കൊടുക്കുക. ഷെയർ ബട്ടൺ കൊടുത്തിട്ട് നിങ്ങളുടെ വാട്സപ്പിൽ ഇതുപോലെ സ്റ്റാറ്റസ് വെക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഇതുണ്ടാവും, നിങ്ങൾക്ക് സ്വന്തമായി ഫോണിൽ സാറേ കുഴപ്പമില്ല, നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ ആരുടെങ്കിലുമൊക്കെ ഫോണിൽ എന്ത് ചെയ്യാൻ ഈ സ്റ്റാറ്റസ് വെച്ചാൽ മതി. എന്നിട്ട് സ്റ്റാറ്റസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ അറിയോ, ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കാം. സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഇതേ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിന്റെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് ഒരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഇതുപോലത്തെ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ആയിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങളെ പേരും സ്കൂളും ഡിസ്ട്രിക്റ്റ് കോൺടാക്ട് നമ്പർ അഡ്രസ് അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക അവിടെ കറക്റ്റ് മെൻഷൻ ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചിരുന്നല്ലോ നിങ്ങൾ സ്റ്റാറ്റസ് വെച്ചത്, ആ സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യുക ഇവിടെ അറ്റാച്ച് ചെയ്യുക. അതിന്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡറോ എന്തെങ്കിലുമൊക്കെ, സ്ക്രീൻഷോട്ടാണ് ബെസ്റ്റ്. ആ സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യുക ഇവിടെ ആഡ് ചെയ്യുക. അതും കൂടി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങളുടെ കടമ്പ കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഭാഗ്യമുള്ളതിനനുസരിച്ച് മേ ബി നിങ്ങൾക്ക് എന്ത് ചെയ്യും, സ്മാർട്ട് വാച്ച് നിങ്ങളുടെ കയ്യിലെത്തും. അതാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ആകത്തുക. പിന്നെ വേറൊരു കാര്യം, ഇതിന്റെ വിന്നറെ നമ്മൾ എപ്പോൾ പ്രഖ്യാപിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. എടാ, കൂടുതൽ സമയം നിങ്ങൾ കാത്തിരിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. ചൊവ്വാഴ്ച രാത്രി 7:30 മണിക്ക് എജുപോർട്ടിന്റെ സ്റ്റഡി പ്ലാന്റ് ലൈവ് ഉണ്ട്. 8ാം ക്ലാസ്സിൽ എങ്ങനെ പഠിക്കണം, ഏതൊക്കെ രീതിയിൽ പഠിച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം, എന്തൊക്കെ ഉടായ്പ കാണിച്ചാൽ ഫുൾ A+ കിട്ടും, അങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ഈ സ്റ്റഡി പ്ലാനിൽ ഡിസ്കസ് ചെയ്യും. ജൂൺ 4 ചൊവ്വാഴ്ച രാത്രി 7:30 മണിക്ക്. അപ്പോൾ ചൊവ്വാഴ്ച രാത്രി 7:30 മണിന്റെ മുമ്പായിട്ട് ഒരു ചൊവ്വാഴ്ച വൈകുന്നേരം ഒരു 6 മണിക്ക് മുമ്പെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് അടിച്ച് അതിലെന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്തിട്ട് എന്താ ചെയ്യുക, സെറ്റായി നിൽക്കുക. എന്നിട്ട് നിങ്ങൾ നമ്മളെ ലൈവിലേക്ക് എന്ത് ചെയ്യുക, അടിച്ചു കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ലൈവായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഭാഗ്യചക്രം ഇങ്ങനെ കറക്കും. ആ ഭാഗ്യചക്രം ഇങ്ങനെ കറങ്ങി ലാസ്റ്റ് എന്ത് ചെയ്യും, ഒരു വിന്നറിന്റെ കറക്റ്റ് എന്ത് ചെയ്യും, അതിൽ സെലക്ട് ചെയ്യും. ആ വിന്നറെ നമ്മൾ എന്ത് ചെയ്യും, സ്പോട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, കോൾ ചെയ്തിക്കാണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് എന്ത് ചെയ്യും, നമ്മൾ സെറ്റായി ആയിട്ട് അയച്ചു തരും. നോ ഫേക്ക്, നോ ഉടായ്പ്, പക്ക അടിപൊളി സാധനമാണ്. സോ സ്മാർട്ട് വാച്ച് മറക്കണ്ട. ഓക്കെ, വേഗം ഇപ്പം തന്നെ എന്ത് ചെയ്യുക, സ്റ്റാറ്റസ് വെക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 10-15 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് അടിക്കുക, കാര്യങ്ങൾ ഡീൽ ചെയ്യാം. പിന്നെ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നോട്ട്സ്, PDF, ലൈവ് ലിങ്കുകൾ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടത്. പിന്നെ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അടിച്ചു കയറി വാ.